Good morning students. Plus 1 മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന അധ്യായത്തിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിൻറ്റ്സ്, ഈവൻറ്റ്സ്, അതുപോലെ തന്നെ ആൾജിബ്ര ഓഫ് ഈവൻറ്റ്സ്, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ, എക്സോസ്റ്റീവ് ഈവൻ എന്നീ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: 2 dice are thrown and the sum of the numbers which come upon the dice is noted. Let us consider the following events associated with this experiment. ഇപ്പോൾ 2 ഡൈസ് ആണ് ത്രോ ചെയ്യുന്നത്. എന്നിട്ട് ആ ഓരോ ഡൈയിലും വരുന്ന മുകളിൽ വരുന്ന നമ്പേഴ്സിൻ്റെ സമ്മാണ് നോട്ട് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 4 ഈവൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ എന്ന് പറയുന്നത് സം ഈസ് ഈവൻ. എ എന്ന് പറയുന്ന ഈവൻ്റ് എന്താണ്? 2 ഡൈ എറിയുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സമ്മ ഈവൻ ആവുന്ന സമയത്തുള്ളതാണ് എ എന്ന് പറയുന്ന ഈവൻറ്റ്. ബി എന്ന് പറയുന്നത് സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. ആ 2 നമ്പേഴ്സിൻ്റെ സമ്മ് ഒരു 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3 ആവാം, 6 ആവാം, 9 ആവാം, അങ്ങനെ പോകുന്നു. സി എന്ന് പറയുന്ന ഇവൻ്റെ സം ഈസ് ലെസ് ദാൻ 4. ഡി എന്ന് പറയുന്നത് സം ഈസ് ഗ്രേറ്റർ ദാൻ 4. ഇനി ക്വസ്റ്റ്യൻ: വിച്ച് പെയേഴ്സ് ഓഫ് ദീസ് ഈവൻസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്, ബി എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്, സി എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്, ഡി എന്ന് പറയുന്ന ഒരു ഈവൻ്റാണ്. ഈവൻറ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഇസ് ആൻ ഈവൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഈ റാൻഡം എക്സ്പെരിമെൻ്റ് സാമ്പിൾ സ്പേസ് കാണണം. 2 ഡൈസ് ആയതുകൊണ്ട് സാമ്പിൾ സ്പേസ് എത്ര ഉണ്ടാവും? 2 ആണ്. 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 സ്ക്വയർ 36 സാമ്പിൾ സ്പേസ് ഉണ്ടാവും. നമ്മളത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് 1 1, 1 2, 1 3, 1 4, 1 5, 1 6, അതുപോലെ 2 1, 2 2, 2 3 എക്സെട്ര. അങ്ങനെ 36 സാമ്പിൾ പോയിന്റുകൾ ഈ സാമ്പിൾ സ്പേസിലുണ്ടാവും. ഇതിൻ്റെ സബ്സെറ്റുകളായിരിക്കും ഓരോ എയും ബിയും സിയും ഡിയും. ഇനി എന്താണ് എ എന്ന് പറയുന്നത്? സം ഈസ് ഈവൻ. അപ്പോൾ എയിൽ 1 1 വരുമോ? 1 1 വരും. കാരണം 1 + 1 2, 2 ഒരു ഈവൻ അല്ലേ, 1 വരും. 1 2 വരുമില്ല. 1 3 വരും, 1 5 വരും അല്ലേ. അപ്പോൾ എയിൽ വരുന്ന എലമെൻറ്റ്സ് 1 1, 1 3, 1 5. 2ൽ 2 2, 2 4, 2 6, 3 1, 3 3 അല്ലേ. ഇതിൻ്റെ ഈ 2 നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എപ്പോഴും ഈവൻ ആയിരിക്കും. ഇതാണ് എ എന്ന് പറയുന്നത്. അതുപോലെ ബി സം ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. 1ഉം 1ഉം കൂട്ടി 2. 2 3യുടെ മൾട്ടിപ്പിൾ ആവണോ? അല്ല, 1 2 വരും. കാരണം 1 + 2 3. 3 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3 × 1 ആണ് 3. 1 3 വരും. 4 ആണ്. 1 + 3 4 ഇല്ല. പിന്നെ 1 5, പിന്നെ 2 1, 2 4, 3 3 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ബി 1 2, 1 5, 2 1. ഇതിൻ്റെ സമ്മെല്ലാം ഒരു 3യുടെ മൾട്ടിപ്പിൾ ആകത്തക്ക രീതിയിൽ ലോഡഡ് പെയർസ് നോക്കുന്നു. 3 6 4 2, 4 5 5 1, 5 4 6 3 6 6. ഇതുപോലെ സി സം ഈസ് ലെസ് ദാൻ 4. 1 1, 1 2, 2 1. പിന്നെ എല്ലാം 4 സമ്മ് 4നേക്കാൾ വലുതാണ്. സം ഈസ് ഗ്രേറ്റർ ദാൻ 11. 6 6 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 11നേക്കാൾ ചെറുതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് 4 ഈവൻസ്. ഇനി എന്താണ്? ഇതിലേതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? എക്സ്ക്ലൂസീവ് ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റർസെക്ഷൻ നോക്കുക. ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണെങ്കിൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലേ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ പെയർ വൈസ് നോക്കുക. എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ സി, എ ഇൻ്റർസെക്ഷൻ ഡി, ബി ഇൻ്റർസെക്ഷൻ സി, ബി ഇൻ്റർസെക്ഷൻ ഡി. ഇതിലേതൊക്കെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് നോക്കുക. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്, നൾ സെറ്റ് അല്ല. അപ്പോൾ ഇത് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? അല്ല. അതുപോലെ എ ഇൻ്റർസെക്ഷൻ സിയും എ ഇൻ്റർസെക്ഷൻ ഡിയും ബി ഇൻ്റർസെക്ഷൻ സിയും ബി ഇൻ്റർസെക്ഷൻ ഡിയും ഒന്നും
നൾ സെറ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ കിട്ടും നോക്കൂ, സി ഇന്റർസെക്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ സിന്റെ ഡിയുടെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ്. Therefore we can say that C and D are mutually exclusive. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A coin is tossed 3 times. Consider the following events. A, B, C. 3 ഇവന്റ്, ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അതിന്റെ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ് എയും ബിയും സിയും. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഡു ദേ ഫോം സെറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്? എങ്ങനെയാണ് 3 സെറ്റ് എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആണെങ്കിൽ ആദ്യം എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് എസ് ആയിരിക്കും. ദേ ആർ പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. അതായത് എ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ സിയും ബി ഇന്റർസെക്ഷൻ സിയും നൾ സെറ്റ് ആവണമെങ്കിൽ ആണ്. പിന്നെ എ യൂണിയൻ ബി യൂണിയൻ സി സാമ്പിൾ സ്പേസ് എസ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ബി സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. അപ്പോൾ ആദ്യം നമ്മൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് നോക്കുക. ഒരു കോയിൻ 3 പ്രാവശ്യം, ഒരു കോയിന് 2 സൈഡാണ്, 2 3 പ്രാവശ്യം 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 സാമ്പിൾ പോയിന്റുകൾ സാമ്പിൾ സ്പേസിലുണ്ടാവും അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇങ്ങനെയാണ് സാമ്പിൾ സ്പേസ്. ഇനി ഓരോ ഈവന്റുകൾ നോ ഹെഡ് അപ്പിയേഴ്സ്, ഒരു ഹെഡും ഇല്ലാത്ത ഇത് മാത്രമേ ഉള്ളൂ, ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എ എന്ന് പറയുന്നത് ടി. എക്സാക്ട്ലി 1 ഹെഡ് അപ്പിയേഴ്സ്, കറക്റ്റ് ഒരു ഹെഡ്. ഇതിൽ 3 ഉണ്ട്, ഇതിൽ 2 ഉണ്ട്, ഇതിൽ 2 ഉണ്ട്, 2 ഉണ്ട്. എച്ച് ടി ടി, ടി എച്ച് ടി, ടി ടി എച്ച്, ഇങ്ങനെ 3 എണ്ണമായിരിക്കും അല്ലെ? എക്സാക്ട്ലി 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് അപ്പിയർ, ചുരുങ്ങിയത് 2 വരാം, 2 കൂടുതലാവും. അപ്പൊ 3 വരാം, ഇത് വരാം, ഇത് വരാം, ഇത് വരാം, ഇത്ര എച്ച് എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, എച്ച് എച്ച് ടി, എച്ച് ടി എച്ച്, ടി എച്ച് എച്ച്, എച്ച് എച്ച് എച്ച്. ഇതാണ് 3 ഈവൻസുകൾ. ഇനി പെയർവൈസ് ഡിസ്ജോയിന്റ് ആണോ നോക്കാൻ പെയർവൈസ് ഇന്റർസെക്ഷൻ നോക്കുക. അതിന് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എസ് അല്ലേ? എ യൂണിയൻ ബി യൂണിയൻ സി is equal to S. Therefore we can say that the 3 events are mutually exhaustive events എന്ന് പറയും. ഇനി എക്സ്ക്ലൂസീവ് ആണോ നോക്കാൻ എ ഇന്റർസെക്ഷൻ ബി കാണാം 5. എയും ബിയിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ബി ഇന്റർസെക്ഷൻ സിയിൽ എച്ച് ടി ടി ഇതിലില്ല. ടി എച്ച് ടി ഉണ്ടോ? ഇല്ല. എച്ച് ടി എച്ച് ഉള്ളത്. ടി ടി എച്ച് ഉണ്ടോ? ഇല്ല. എ ഇന്റർസെക്ഷൻ സി ബി, ബി ഇന്റർസെക്ഷൻ സി. Therefore they are pairwise disjoint. Their intersection is equal to null set. Therefore we can say that they are mutually exclusive and exhaustive. Okay. ഈ 2 പ്രോബ്ലം ഒന്ന് ഓർത്തിരിക്കുക. ഇതേ രീതിയിലുള്ള മറ്റുള്ള പ്രോബ്ലംസ് ഹോംവർക്ക് ആയിട്ട് തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന് റാൻഡം എക്സ്പെരിമെൻറ്റും ഈവൻറ്റും തന്നു കഴിഞ്ഞാൽ നമ്മൾ സാമ്പിൾ സ്പേസ് കാണുക. സാമ്പിൾ സ്പേസിലെ സബ്സെറ്റുകൾ ഏതൊക്കെയാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഏതൊക്കെയാണ് അത് എഴുതുക. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താണ് പെയർവൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കും. എക്സോസ്റ്റീവ് ആണെങ്കിൽ ദർ യൂണിയൻ ഈസ് ഈക്വൽ ടു ദാറ്റ് സാമ്പിൾ സ്പേസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഡെഫിനിഷൻ. ഇതുവരെ നമ്മൾ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകളാണ് നമ്മൾ പഠിച്ചത്. റാൻഡം എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിന്റ് ആൻഡ് ഈവൻസ് ആൻഡ് ആൾജിബ്ര ഓഫ് ഈവൻസ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ്, എക്സോസ്റ്റീവ് ഈവൻസ്. ഇനി നമ്മൾ വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ഓഫ് എൻ ഈവൻറ്റ്, ഒരു ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഡെഫിനിഷൻ റഷ്യൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള എൽ കൊൾമോഗോറോ എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ആക്സിയോമാറ്റിക് അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി എന്ന് പറയും. ആക്സിയോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള കുറച്ച് റൂൾസുകളായിട്ട് പ്രോബബിലിറ്റിക്ക് പറയുകയാണ്. അതാണ് ആക്സിയംസ് എന്ന് പറയുന്നത്, സ്വയം പ്രഖ്യാപിത സിദ്ധാന്തങ്ങൾ. അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ആ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് അദ്ദേഹം ഇതിനൊരു ഡെഫിനിഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ലൈഡ് ഓൺ സം ആക്സിയംസ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രഖ്യാപിത സിദ്ധാന്തം ടു ഇന്റർപ്രറ്റ് പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ആക്സിയോമാറ്റിക് അപ്രോച്ചസ് ഓഫ് പ്രോബബിലിറ്റി ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ 3 ടേംസുകൾ റാൻഡം എക്സ്പെരിമെന്റ്, സാമ്പിൾ സ്പേസ്, ഈവൻസ് എന്ന് പഠിച്ചിട്ടുള്ളത്. ഇനി ഇതനുസരിച്ച് എന്താണ് ഇദ്ദേഹം
പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ഒന്ന് നമുക്ക് നോക്കാം. എസ് ബി എ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എസ് ആണ്. ദ പ്രോബബിലിറ്റി പി. ഇനി പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ് പ്രോബബിലിറ്റി പി ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ആണ് പ്രോബബിലിറ്റി. ഫംഗ്ഷൻ ആകുമ്പോൾ ഡൊമൈൻ ഉണ്ടാവണം, കോഡൊമൈൻ ഉണ്ടാവണം. ഡൊമൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പവർ സെറ്റ് ഓഫ് എസ്. എന്താ എസിന്റെ പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ് ഓഫ് എസ്. എസിന്റെ സബ്സെറ്റുകളെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമൈനിലല്ല എസിന്റെ സബ്സെറ്റുകളായിരിക്കും, ഓരോ ഈവന്റുകളായിരിക്കും അപ്പോൾ ഡൊമൈനിലുള്ളത്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ 0. 0 ആവാം, 1 ആവാം, അല്ലെങ്കിൽ 0ക്കും 1നും ഇടയ്ക്കുള്ള റിയൽ നമ്പർ ആവാം. സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് ആക്സിയംസ്. ഇനി കുറച്ച് സിദ്ധാന്തങ്ങൾ പറയുകയാണ്. പീസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. എവിടുന്ന് അങ്ങോട്ടാണ്? സെറ്റ് ഓഫ് ഓൾ പവർ സെറ്റ് ഓഫ് എസ്, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ് ഓഫ് എസ്. അതെന്ന് പറഞ്ഞാൽ ഈവൻ സെറ്റ് ഓഫ് ഈവൻസ് റിലേറ്റഡ് ടു ദ സാമ്പിൾ സ്പേസസ്, അല്ലേ? ആൻഡ് ദർ വാല്യൂ ലൈ ഇൻ ബിറ്റ്വീൻ 0 and 1, സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് ആക്സിയം. ഫസ്റ്റ് വൺ, for any even e, p of e always greater than or equal to 0. ഏതൊരു ഈവന്റിന്റെയും p of e, p എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോബബിലിറ്റി ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒന്നുകിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിരിക്കാം. ഇനി ഈ ഡെഫിനിഷൻ അനുസരിച്ച് എന്തായിരിക്കും? 1നേക്കാൾ ചെറുതുമായിരിക്കും, 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1. എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ്, അതും ഒരു ഈവന്റ് ആണ്. ഷുവർ ഈവന്റ് എന്ന് പറയും. അപ്പൊ ഷുവർ ഈവന്റിന്റെ പ്രോബബിലിറ്റി 1 ആണ്. മൂന്നാമത്തെ ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ഇ ഇന്റർസെക്ഷൻ ഓഫ് നൾ സെറ്റ് ആണെങ്കിൽ, പി ഓഫ് ഇ യൂണിയൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇ ഓർ എഫ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇ ആവാം, അല്ലെങ്കിൽ എഫ് ആവാം, അല്ലെങ്കിൽ രണ്ട് ഈവന്റിലും വരുന്ന എലമെന്റ്സിന്റെ പ്രോബബിലിറ്റി ആണ് ഇ യൂണിയൻ എഫ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ്. ഇപ്പോൾ ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവന്റ്. ദാറ്റ് ഈസ് ഇ ഇന്റർസെക്ഷൻ എഫ് നൾ സെറ്റ് ആണെങ്കിൽ ഇതാണ്. നാലാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു 0. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഈവന്റ് 1ഉം പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഈവന്റ് 0യുമാണ്. അതിന് രണ്ടിനും ഇടയ്ക്കായിരിക്കും ബാക്കിയുള്ള ഈവൻസിന്റെ എല്ലാം പ്രോബബിലിറ്റി കിടക്കുക. അതാണ് അടുത്ത പറയുന്നത്. ലെറ്റ് എസ് ബി എ സാമ്പിൾ സ്പേസ് കണ്ടെയ്നിങ് ഔട്ട്കം W1 W2. ഒരു റാൻഡം എക്സ്പെരിമെന്റ് സാമ്പിൾ സ്പേസ് എസ് ആണ്. അതിലെ സാമ്പിൾ പോയിന്റുകളാണ് W1 W2, അല്ല W1 അല്ല, സോറി, ഇത് ω1 ω2 എക്സെട്ര ഒമേഗ n സാമ്പിൾസ് പോയിന്റുകളുണ്ട്. Then by definition of axiomatic approaches to probability, we can deduce the following points. First one, probability of each sample point lie in between 0 and 1, where omega I s belongs to s. ഒരു സാമ്പിൾ പോയിന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓരോ സാമ്പിൾ പോയിന്റും ഓരോ ഈവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. ഇനി ഇതിന്റെ എല്ലാ പ്രോബബിലിറ്റിയുടെ സമ്മ് 1 ആണ്. ഓരോന്നിനും ഓരോ പ്രോബബിലിറ്റി ഉണ്ട് നമ്മളെ ഡെഫിനിഷൻ അനുസരിച്ച്. അതെല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ എന്താണ് 1? ഇത് ഈ റഷ്യൻ മാത്തമാറ്റീഷ്യൻ പറഞ്ഞ കാര്യങ്ങളാണ്. മൂന്നാമത്തത് ഫോർ എനി ഈവന്റ് എ, പി ഓഫ് എ എന്ന് പറയുന്ന ഒരു ഈവന്റ് ആണ്. ആ ഈവന്റ് എന്ന് പറയുന്ന എസിന്റെ സബ്സെറ്റ് ആണ്. കുറെ ഒമേഗാസ് ഉണ്ടാവും. ആ ദർഫോർ എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആ ഓരോ ഒമേഗ ഐസിന്റെയും പ്രോബബിലിറ്റിയുടെ സമ്മിനോട് തുല്യമായിരിക്കും. ഇതിന്റെ അല്ല, ഇതിന്റെ സബ്സെറ്റ് ആയിരിക്കും എ വരുന്നത്. ആ എയിൽ വരുന്ന ഓരോ സാമ്പിൾ പോയിന്റിന്റെയും പ്രോബബിലിറ്റിയുടെ സം, അതാണ് സിഗ്മ. ഇപ്പം ω1 ω2 ω3 മാത്രം എയിലുണ്ടെങ്കിൽ എന്ത് വരും? പി ഓഫ് ω1 പ്ലസ് പി ഓഫ് ω2 പ്ലസ് പി ഓഫ് ω3 ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, ഇനി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റിന്റെ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. എസ് ബി എ സാമ്പിൾ സ്പേസ് ആൻഡ് ഇ ബി ആൻ ഈവന്റ്.
ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഈസ് എ സബ്സെറ്റ് ഓഫ് എസ് ആണ് ഈവൻ സച്ച് ദാറ്റ് എസ്സിലെ എലമെന്റ്സിന്റെ എണ്ണം എന്നും ഇയിലെ എലമെന്റ്സിന്റെ എമ്മും ആണെങ്കിൽ now we define probability of each outcome is equally likely എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ റിസൾട്ട് പലതും രണ്ടോ അതിൽ കൂടുതൽ റിസൾട്ട് ഉള്ളതാണ് റാൻഡം എക്സ്പെരിമെന്റ്. അപ്പൊ ഈ റിസൾട്ടുകൾക്കെല്ലാം തുല്യ സാധ്യതയാണ്. അതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി അല്ലെങ്കിൽ അൺബയാസ്ഡ് എന്ന് പറയും. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റിസൾട്ടിന് മുൻതൂക്കമുണ്ട്. അൺബയാസ്ഡ് ഓർ ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ എല്ലാ റിസൾട്ടിനും ഒരേപോലെ ചാൻസ്, അതാണ് ഈക്വലി ലൈക്ലി. ദെൻ ഇതേ രീതിയിലാണ് സാമ്പിൾ സ്പേസ് ഈവൻ ആൻഡ് എസ്സിലെ എലമെന്റ്സിന്റെ എണ്ണം എന്നും ഇയിലെ എലമെന്റ്സിന്റെ എണ്ണം എമ്മും ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇ, ഇയിലെ എലമെന്റ്സിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കം എസ്സിലെ എലമെന്റ്സിന്റെ എണ്ണം. അതാണ് ടോട്ടൽ പോസിബിൾ ഔട്ട്കം എസ്സിലെ എലമെന്റ്സിന്റെ എണ്ണം. നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിലിറ്റി എന്ന് പറയുന്നത് ഇയിലെ എലമെന്റ്സിന്റെ എണ്ണം. ദാറ്റ് ഇസ് എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എം ബൈ എൻ. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എൻ ഈവന്റിന്റെ ഡെഫിനിഷൻ. ഒരു ഈവന്റും സാമ്പിൾ സ്പേസും തന്നിട്ടുണ്ടെങ്കിൽ ഈവന്റിലെ എലമെന്റ്സിന്റെ എണ്ണം സാമ്പിൾ സ്പേസിലെ എലമെന്റ്സിന്റെ എണ്ണം അറിയുന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഈവന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഈസ് എം ബൈ എൻ. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഓരോ ഈവന്റിന്റെയും പ്രോബബിലിറ്റി നമ്മൾ കാണാം. പ്രോബബിലിറ്റി ഓഫ് ഈവന്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇ, ഇയിലെ എലമെന്റ്സിന്റെ എണ്ണം, അതാണ് നമ്പർ ഓഫ് ഔട്ട്കം ഫേവറബിൾ ടു ഇ, ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഓർ ബി എന്ന് പറയുന്ന ഒരു ഈവന്റ് ആണ്. എ ആൻഡ് ബി ഒരു ഈവന്റ് ആണ്. നോട്ട് എ എന്ന് പറയുന്നത് നോട്ട് എ അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എല്ലാം ഓരോ ഈവന്റ് ആണ്. ഇതിന്റെ എല്ലാം പ്രോബബിലിറ്റി, രണ്ട് പ്രോബബിലിറ്റിയാണ് പഠിക്കുന്നത്. എ ഓർ ബിയുടെ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത്. പ്രോബബിലിറ്റി ഓഫ് എൻ ഈവന്റ് എ ഓർ ബി. നമ്മൾ എ യൂണിയൻ ബി എന്താണെന്ന് നമ്പർ ഓഫ് എൻ ഓഫ് എ യൂണിയൻ ബി പഠിച്ചിട്ടുണ്ട്. അതേ റിസൾട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി എന്താണ്? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു number of elements in A plus number of elements in B minus number of elements in A in decision. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, അതിനൊരു പ്രൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മൾ സെറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ആ ലാസ്റ്റ് റിസൾട്ട് മാത്രം നോക്കുക. ഈ ചെയ്തൊന്ന് നോക്കുക. വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സെറ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് ഇത് വളരെ മനസ്സിലാവുന്ന കാര്യമാണ്. എ യൂണിയൻ ബി ഈക്വൽ ടു എ യൂണിയൻ ബി മൈനസ് എ. വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തെളിയിച്ചാണ്. എയും ബിയും ഡിസ്ജോയിന്റ് ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നർത്ഥം. നമ്മൾ ഇവിടെ വരുമ്പം ഡിസ്ജോയിന്റിന് പകരം മ്യൂച്വലി എക്സ്ക്ലൂസീവ്, സെറ്റിന് പകരം ഈവന്റ് എന്നൊക്കെ പറയും, യൂണിയന് പകരം ആൻഡ് ഓർ. Now by axiom, if E and F are mutually exclusive, P of E union F is equal to P of A plus P of E plus P of F. അതുപോലെ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. ബിന് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് 2 കിട്ടുന്നു. 1ൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് P of A യൂണിയൻ ബി എന്ന് പറയുന്നത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ P of A plus P of B minus P of A intersection B. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A or B is equal to P of A plus P of B minus P of A intersection B. ഇതിൽ നിന്ന് P of A and B കാണാം. എന്താ? P of A plus P of B minus P of A യൂണിയൻ B. ഇനി എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ നമ്മൾ ആക്സിയത്തിൽ പറഞ്ഞിട്ടുണ്ട് P of A intersection B is equal to P of A യൂണിയൻ B is equal to P of A plus P of B. A intersection B null set ആണെങ്കിൽ P of A intersection B P of phi is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഇമ്പോസിബിൾ ഇവന്റ് 0യും പ്രോബബിലിറ്റി ഓഫ് ഷുവർ ഇവന്റ് 1ഉമാണ് ആക്സിയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ റിസൾട്ട് അറിയേണ്ടതാണ്. ഈ ചാപ്റ്ററിൽ അവസാനത്തെ റിസൾട്ടാണ് നോട്ട് എ, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ. ഇതും അതുപോലത്തെ ഒരു പ്രൂഫ് തന്നെയാണ്. പ്രൂഫ് നിങ്ങൾക്ക് സെറ്റിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമുക്ക് അവസാനത്തെ റിസൾട്ട് മാത്രം ഒന്നറിയാം. P of not A is equal to 1 minus P of A. N of A complement is equal to 1 minus N of A എന്ന് പറയുന്നത് പോലെ തന്നെ P of not A complement is equal to probability of A complement is equal to 1 minus P of A. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള
റിസൾട്ടുകൾ, പ്രധാനപ്പെട്ട 2 റിസൾട്ടുകളാണ് പി ഓഫ് എ യൂണിയൻ ബിയും പി ഓഫ് നോട്ട് എയും. പിന്നെ പ്രോബബിലിറ്റി, ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഓഫ് an event is equal to m by n, where m is the number of outcome favorable to even E and n is the total possible outcome. Okay, പിന്നെ axiomatic approach, definition of axiomatic approaches to probability, 3 axioms. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിലെ തിയറി പാർട്ട്. ഇനി നമ്മൾ ഈ തിയറി പാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് പ്രോബ്ലംസ്